അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. അല്ലാഹു സുബ്ഹാനഹു വ തആല നാം പറയുന്ന എല്ലാ കാര്യങ്ങളും അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. നാം ചെയ്യുന്ന സകല ദുആക്കളും അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. നാം ചൊല്ലുന്ന അദ്കാറുകൾ, സ്വലാത്തുകൾ, ഇസ്തിഗ്ഫാറുകളൊക്കെ അല്ലാഹു പരിപൂർണമായും സ്വീകരിക്കുമാറാകട്ടെ. ബഹുമാനമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ നാം ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് നമ്മുടെ മക്കൾ അവർക്കൊരാപത്തും വരാതിരിക്കണം, അവർ സന്തോഷത്തോടു കൂടി ജീവിക്കണം എന്നൊക്കെ തന്നെയാണ്. അവരൊക്കെ ദുനിയാവിലും ആഖിറത്തിലും നമുക്ക് ഉപകാരമുള്ള മക്കളായി മാറണമെന്ന് ആഗ്രഹിക്കാത്ത ഒരൊറ്റ മാതാപിതാക്കൾ പോലും ഈ ലോകത്ത് കാണുകയില്ല. അള്ളാഹു നമ്മുടെ മക്കളെയൊക്കെ പടച്ച തമ്പുരാൻ ഒരാപത്തിലും പെടുത്താതെ സ്വാലിഹീങ്ങളായി വളർത്തിക്കൊണ്ടുവരട്ടെ. ആമീൻ. ഇന്ന് ഓരോ സമയങ്ങളിലൊക്കെ എല്ലാ സമയങ്ങളിലൊക്കെ നാം അവർക്ക് വേണ്ടി ദുആ ചെയ്യാറുണ്ട്. അവരൊക്കെ ഒന്ന് പുറത്തു പോകുമ്പോൾ, നമ്മുടെ വീടിൽ നിന്നും അവർ പുറത്തേക്ക് പോകുമ്പോൾ ഒരുപക്ഷെ നമ്മുടെ ഹൃദയങ്ങളിലൊക്കെ വല്ലാത്ത ഒരു പേടി തോന്നാറൊക്കെ ഉണ്ട്. അള്ളാഹു ഒരു ആപത്തിലും പെടുത്താതെ, ഒരു അപകടങ്ങളിലും പെടുത്താതെ അള്ളാഹു നമ്മുടെ മക്കളെ എങ്ങനെയാണോ വീട്ടിൽ നിന്നും പോകുന്നത് അതുപോലെ നമ്മളിലേക്ക് മടക്കിക്കൊണ്ട് നമ്മുടെ മനസ്സുകൾക്കെന്ന് സന്തോഷം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ വീഡിയോയിൽ നമ്മൾ പറഞ്ഞു തരാൻ പോകുന്നത്, നമ്മുടെ മക്കൾ നമ്മുടെ വീടുകളിൽ നിന്നും പുറപ്പെടുമ്പോൾ, നമ്മുടെ വീടുകളിൽ നിന്നും നമ്മുടെ മക്കൾ യാത്രയാകുമ്പോൾ അവർക്ക് വേണ്ടി അവരുടെ തലയിൽ കൈവച്ചിട്ട് നാം പറയേണ്ടുന്ന ഒന്ന് രണ്ട് കാര്യങ്ങൾ. തീർച്ചയായിട്ടും നിങ്ങളിത് നിങ്ങളുടെ ജീവിതത്തിൽ ഇത് കൊണ്ടുവരാൻ ശ്രമിക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ ഈ ഒരു അമല് ചെയ്യുവാൻ നിങ്ങൾ പരമാവധി ശ്രമിക്കുക. നമ്മുടെ മക്കളാണ് നമ്മുടെ എല്ലാം. നമ്മുടെ ലോകം തന്നെ നമ്മുടെ മക്കളാണ്. ഒരുപക്ഷെ അവർക്ക് വേണ്ടിയാണ് നാം ജീവിക്കുന്നത് തന്നെ. അവർക്കൊരാപത്ത് വരാൻ ഒരിക്കലും നാം ആഗ്രഹിക്കുകയില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മക്കളെയൊക്കെ എല്ലാ അപകടങ്ങളിൽ നിന്നും കാത്തുരക്ഷിക്കുമാറാകട്ടെ. അപ്പോൾ എന്താണ് നാം ചെയ്യേണ്ടത് നമുക്കൊന്ന് നോക്കിയാലോ. അവർ വീട്ടിൽ നിന്നും ഇറങ്ങുമ്പോൾ, നമ്മുടെ മക്കൾ വീട്ടിൽ നിന്നും ഇറങ്ങുമ്പോൾ നമ്മുടെ മക്കളുടെ തലയിൽ കൈവച്ചിട്ട് യാ ഹഫീലു യാ റക്കീബു എന്നീ 2 ഇസ്മുകൾ 12 പ്രാവശ്യം ചൊല്ലുക. നമ്മുടെ മക്കൾ നമ്മുടെ വീടുകളിൽ നിന്നും യാത്ര തിരിക്കുമ്പോൾ, വീട്ടിൽ നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പോകുമ്പോൾ അവരുടെ തലയിൽ കൈവച്ചുകൊണ്ട് യാ ഹഫീലു യാ റക്കീബു എന്ന ഈ 2 ഇസ്മുകൾ 12 പ്രാവശ്യം ചൊല്ലുക. ശേഷം നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങളുടെ മക്കളെ കൊണ്ട് തന്നെ ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാ എന്നുള്ള ഈ ഒരു ദിക്റും കൂടി എന്ത് ചെയ്യുക, ചൊല്ലിപ്പിക്കുക. മക്കളെ കൊണ്ട് ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹി എന്നുള്ള ഈ ദിക്റ് തീർച്ചയായിട്ടും നമ്മുടെ മക്കളെ കൊണ്ട് നാം പറയിപ്പിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ ചെയ്യുന്ന എല്ലാ അമലുകളും സ്വീകരിക്കുമാറാകട്ടെ. ഈ പറയപ്പെട്ട കാര്യം തീർച്ചയായിട്ടും നിങ്ങൾ പരമാവധി ശ്രദ്ധിച്ച് നിങ്ങളുടെ ജീവിതത്തിൽ പരമാവധി ഇത് പ്രായോഗികമാക്കുക. കാലം വളരെ കലുഷിതമായ രീതിയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ മക്കളെയൊക്കെ എല്ലാ തെറ്റുകുറ്റങ്ങളിൽ നിന്നും എല്ലാ അപകടങ്ങളിൽ നിന്നും അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ അവരൊരു സന്തോഷക്കനികളാകട്ടെ. അള്ളാഹു നമ്മുടെ മക്കളെ മാറ്റിത്തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. എപ്പോഴും അവർക്ക് വേണ്ടി നാം ദുആ ചെയ്യാറുണ്ട്. ഈ ചെറു കാര്യങ്ങൾ തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിൽ ശ്രദ്ധിക്കുക. ജീവിതത്തിൽ ശ്രദ്ധിച്ച് ശ്രദ്ധയോടെ ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകാൻ അള്ളാഹു നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാ ഇടങ്ങേറുകളിൽ നിന്നും അള്ളാഹു നമ്മുടെ മക്കളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. എല്ലാ ഇടങ്ങേറുകളുണ്ടാകുന്ന എല്ലാ സംഭവങ്ങളിൽ നിന്നും അള്ളാഹു നമ്മുടെ മക്കളെ കാക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അപ്പോൾ ഈ കാര്യങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ ശ്രദ്ധിക്കുക. ശ്രദ്ധയോടെ നമ്മുടെ മക്കളെ നമ്മുടെ ദുനിയാവിലും ആഖിറത്തിലും അവർ നമുക്ക് ഉപകാരപ്പെടണമെന്നുള്ള ചിന്തയോടുകൂടി അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ നല്ല രീതിയിൽ വളർത്തിക്കൊണ്ട് തന്ന് നമ്മുടെ ജീവിതത്തിൻ്റെ സന്തോഷങ്ങളാക്കി അവരെ മാറ്റിത്തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. എല്ലാവരും ദുആ ചെയ്യുക. ദുആ വസിയ്യത്തോടെ ഇൻഷാ അല്ലാഹ് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നുണ്ട്. വആഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.